എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൊമെന്റത്തിനെ കുറിച്ച് പഠിച്ചു. അപ്പോൾ മൊമെന്റത്തിനെ കുറിച്ച് പഠിച്ച് ഒരു പ്രോബ്ലം നമ്മൾ അതിൽ ചെയ്തു. ഇത് മാത്രമല്ല പേജ് നമ്പർ 50ാമത്തെ പേജിൽ 2 പ്രോബ്ലംസ് ഉണ്ട്. അത് തന്നെ ചെയ്ത് നോക്കാൻ പറഞ്ഞിരുന്നു. ഇനിയും ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ആദ്യം തന്നെ ചെയ്ത് നോക്കുക. അതിന് ശേഷം മാത്രം ക്ലാസ് കാണുക. എന്നിട്ട് തെറ്റ് തിരുത്തുക, വീണ്ടും പ്രോബ്ലം ചെയ്ത് പഠിക്കുക. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം, a hockey ball of mass 200 gram hits on a hockey stick with a velocity 10 meter per second. 200 gram മാസുള്ള ഹോക്കി ബോള് ഹോക്കി സ്റ്റിക്കിന്റെ മുകളിൽ തട്ടി 10 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി വെലോസിറ്റിയോട് കൂടി ഹോക്കി സ്റ്റിക്കിന്റെ മുകളിൽ ചെന്ന് തട്ടി അതേ ഡയറക്ഷനിൽ തന്നെ അത് തിരിച്ച് ബൗൺസ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ചേഞ്ച് ഇൻ മൊമെന്റം ഇഫ് ദ ബോൾ ബൗൺസസ് ബാക്ക് ഓൺ ദ സെയിം പാത്ത് വിത്ത് ദ സെയിം സ്പീഡ്. അതേ പാത്തിൽ തന്നെ, അതേ വഴിയിലൂടെ തന്നെ അത് തിരിച്ച് ബൗൺസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഇതാണ് ചേഞ്ച് ഇൻ മൊമെന്റം. അപ്പൊ എപ്പോഴും പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ, ഫിസിക്സിൽ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന വാല്യൂസ് എഴുതുക. അപ്പോ എം ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 200 ഗ്രാം എന്ന് തന്നിട്ടുണ്ട്. എം ഈസ് ഈക്വൽ ടു 200 ഗ്രാം. പിന്നെ വെലോസിറ്റി തന്നിട്ടുണ്ട്, പ്രവേഗം v ഈസ് ഈക്വൽ ടു 10 മീറ്റർ പെർ സെക്കൻഡ്. അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് ശരിയാണോ? യൂണിറ്റ് ശരിയല്ലെങ്കിൽ കറക്റ്റ് ചെയ്യണം. ഇവിടെ ഗ്രാമിലാണ്, സ്വാഭാവികമായിട്ട് തന്നെ കിലോഗ്രാമിലാക്കി മാറ്റണം. ആ ഹാബിറ്റ് ഉണ്ടായിരിക്കണം, യൂണിറ്റ് ശ്രദ്ധിക്കുന്ന ഹാബിറ്റ് ഉണ്ടായിരിക്കണം. അതിനാലാണ് അങ്ങനെ പറയുന്നത്. 0.2 കിലോഗ്രാം. കിലോഗ്രാമിലേക്ക് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 0.2 കിലോഗ്രാം നമുക്ക് കിട്ടി. ഇനി ആദ്യത്തെ ഇനീഷ്യൽ മൊമെന്റ്, അവിടെ ചെന്ന് തട്ടുന്ന സമയത്തുള്ള മൊമെന്റം P1 എന്ന് ഞാൻ വിളിക്കുകയാണ്. P1 ഈസ് ഈക്വൽ ടു m into v ഈസ് ഈക്വൽ ടു 0.2 into 10. 0.2 into 10 ഈസ് ഈക്വൽ ടു 10 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. 2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി തിരിച്ചു വരുന്ന മൊമെന്റത്തിനെ P2 എന്ന് വിളിക്കാം. P2 is equal to again mv is equal to 0.2 into, ഇവിടെ ഹോക്കി സ്റ്റിക്കുമ്പോഴേക്കും അങ്ങോട്ടുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സെയിം പാത്ത് തന്നെ തിരിച്ച് ഈ ഡയറക്ഷനിലാണ്. അവിടെ വെലോസിറ്റി നമ്മൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ വെലോസിറ്റി നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ 0.2 into -10 is equal to -2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്തായിട്ട് നമ്മൾ ചോദിച്ചത് ചേഞ്ച് ഇൻ മൊമെന്റം, ആക്ക വ്യത്യാസമാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു, ആക്ക വ്യത്യാസം സമം P2 മൈനസ് P1. അന്ത്യ ആക്കം മൈനസ് ആദ്യ ആക്കം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. അപ്പൊ എന്ത് കിട്ടി? -2. അതാണ് ഫൈനൽ മൊമെന്റം. മൈനസ് ഇങ്ങനെയുള്ള മൊമെന്റം പോസിറ്റീവ് ആണ്. -2 ഈസ് ഈക്വൽ ടു -2 പ്ലസ് -2 ഈസ് ഈക്വൽ ടു -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ ഈ നെഗറ്റീവ് ചിഹ്നം കാണിക്കുന്നത് വിപരീത ഡയറക്ഷനിലേക്ക്, ദിശ മാറി വിപരീത ദിശയിലേക്ക് വ്യത്യാസം വന്നു എന്നുള്ളതാണ്. വിപരീത ദിശയിലാണ് ആക്ക വ്യത്യാസം ഉണ്ടായത് എന്നാണ് നെഗറ്റീവ് സൈൻ സൂചിപ്പിക്കുന്നത്. മറ്റേ ആക്ക വ്യത്യാസത്തിന്റെ അളവാണ്. -4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്ത ചോദ്യത്തില് ലോറി ലോഡഡ് ലോറി ഓഫ് മാസ് 12,000 കിലോഗ്രാം. അപ്പോ m ഈസ് ഈക്വൽ ടു 12,000 കിലോഗ്രാം. എന്ത് ചെയ്യുന്നു? ലോറിയുടെ മാസ് 12,000 കിലോഗ്രാം ആണ്. മൂവ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. അത് 12 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി ചലിക്കുകയാണ്. ഇറ്റ് വെലോസിറ്റി ബിക്കംസ് 10 മീറ്റർ പെർ സെക്കൻഡ് ആഫ്റ്റർ 5 സെക്കൻഡ്. 5 സെക്കൻഡിന് ശേഷം, t സമം 5 സെക്കൻഡ്, അതിന്റെ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. അപ്പൊ ഞാൻ ആദ്യത്തെ വെലോസിറ്റി, ആദ്യ പ്രവേഗത്തിന് u എന്നും അന്ത്യപ്രവേഗത്തിന് v എന്നും എടുത്തു. കാരണം വെലോസിറ്റിക്ക് അവിടെ മാറ്റം ഉണ്ടായിട്ട്. ഇനി ചോദ്യം, വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെന്റം ആൻഡ് വാട്ട് ഈസ് ദ ഫൈനൽ മൊമെന്റം? ആദ്യ ആക്കവും
അന്ത്യ ആക്കവും എത്ര? അപ്പൊ ഇനീഷ്യൽ മൊമെന്റത്തിനെ ഞാൻ P1 എന്ന് വിളിക്കുകയാണ്. ഇനീഷ്യൽ മൊമെന്റം മലയാളം മീഡിയക്കാർ ആദ്യ ആക്കം എന്ന് എഴുതണം. ഇവിടെ P1 ഇനീഷ്യൽ മൊമെന്റം P1 ഈസ് ഈക്വൽ ടു എന്ന് എഴുതണം. എന്നിട്ട് P1 ഈസ് ഈക്വൽ ടു M into U which is equal to 12,000 into 12 which is equal to 144 kilogram meter per second. 1,44,000 kilogram meter per second. ഇതാണ് ആദ്യ ആക്കം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം. ഇനി അന്ത്യ ആക്കം അല്ലെങ്കിൽ ഫൈനൽ മൊമെന്റം P2 is equal to M into V. കാറിന്റെ ലോറിയുടെ മാസിന് യാതൊരു മാറ്റമില്ല, വെലോസിറ്റി മാത്രമേ മാറ്റുള്ളൂ. is equal to 12,000 into V എത്രയാണ്? 10 ആണ്. 10 is equal to 1,20,000 kilogram meter per second. ഇതാണ് ആദ്യത്തെ എ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം. എ എന്നുള്ള പാർട്ടിന്റെ ഉത്തരം P1 ഉം P2. ഇനി ബി എന്താ? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെന്റം? ചേഞ്ച് ഇൻ മൊമെന്റം കാണാൻ എളുപ്പമാണ്. ബി ചേഞ്ച് ഇൻ മൊമെന്റം ഈസ് ഈക്വൽ ടു P2 മൈനസ് P1. അന്ത്യാക്കം മൈനസ് ആദ്യാക്കം. ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെന്റം എത്രയാ? 12,000. 1,20,000 minus 1,44,000 is equal to negative 24,000 kilogram meter per second. അവിടെ ആക്കം കുറയാണ് ചെയ്തത്, ആക്ക വ്യത്യാസത്തിൽ ആക്കം കുറയാണ് ചെയ്തത് എന്നാണ് നെഗറ്റീവ് ചിഹ്നം സൂചിപ്പിക്കുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ ആക്ക വ്യത്യാസം. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? നെഗറ്റീവ് 24,000 ഡിവൈഡഡ് ബൈ 5. സമയം ആക്കം മാറാൻ എടുത്ത സമയം 5 സെക്കൻഡ് ആണ്. അതിനാൽ നെഗറ്റീവ് 24,000 മൈനസ് ബൈ 5 ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 4,800 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ്. അപ്പൊ ഇത്രയും ചെയ്ത് പഠിക്കണം. ഇനി നമുക്ക് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, രണ്ടാം ചലന നിയമത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു ന്യൂട്ടന്റെ ചലന നിയമങ്ങളെല്ലാം വെറും കോമൺ സെൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്നാം ചലന നിയമത്തിന്, ഫസ്റ്റ് ലോന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഫോഴ്സിനെ ഡിഫൈൻ ചെയ്യാൻ കഴിഞ്ഞു, ബലത്തിന് ഒരു നിർവചനം കൊടുക്കാൻ കഴിഞ്ഞു. അതുമാതിരി ജഡത്വത്തിനും ഒരു ഇനർഷ്യ, ജഡത്വം, അതിനും ഒരു നിർവചനം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ രണ്ടാം ചലന നിയമം, ഫിസിക്സിൽ എപ്പോഴും ഒരു ക്വാണ്ടിറ്റി പഠിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ അളക്കാം, എങ്ങനെ മെഷർ ചെയ്യാം എന്നുള്ളത്, അതിനുവേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കുക, മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ഇക്വേഷൻ ഡെറൈവ് ചെയ്യുക, അതുകൂടി അതിന്റെ ഭാഗമാണ്. അതാണ് ഫിസിക്സിന്റെ രീതി. അപ്പൊ രണ്ടാം ചലന നിയമത്തിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബലം അളക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ബലം അളക്കാനുള്ള ഇക്വേഷൻ ന്യൂട്ടൺ ഡിറൈവ് ചെയ്തു. അപ്പോ ഇതും വെറും കോമൺ സെൻസ് ആണ്. രണ്ടാം ചലന നിയമവും വെറും സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കാൻ നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അതിനെ ന്യൂട്ടൺ നിയമമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് നിയമത്തിലേക്ക് വരാം. ഈ ക്ലാസ്സിൽ നമ്മൾ നിയമം പഠിക്കും. അടുത്ത ക്ലാസ്സിൽ അത് ഈ നിയമം വെച്ച് തന്നെ എങ്ങനെ ബലത്തിനെ മെഷർ ചെയ്യാം എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യും. അപ്പോൾ ആദ്യം നിയമം, നിർവചനം ഈ ക്ലാസ്സിൽ പഠിക്കുക. അപ്പൊ അത് മനസ്സിലാക്കുന്നതിന് ഒരു എക്സാമ്പിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. 1 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു, ഒരു മെറ്റാലിക് സ്ഫിയർ, ഒരു ഗോളോ എന്തെങ്കിലും ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ്, അതിന് മുകളിൽ 4 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. 2 സെക്കൻഡ് സമയം 4 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചപ്പോൾ അതിന്റെ വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടു കൂടി ചലിച്ചിരുന്ന 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന്റെ മുകളിൽ 4 ന്യൂട്ടൺ ബലം ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എത്ര നേരം? 2 സെക്കൻഡ് സമയം അപ്ലൈ ചെയ്തപ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിട്ട് മാറി? 4 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് മാറി. മാസിന് ഒരു മാറ്റമില്ല. ഈ ഒരു കേസിൽ നമുക്ക്
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണണം. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച്, അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ ഉണ്ടായ പ്രവേഗ മാറ്റം. ഇത് അതേ ഡയറക്ഷനിലാണ്, ഡയറക്ഷൻ ഒന്നും മാറുന്നില്ല, വെലോസിറ്റി കൂടുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോ P1 is equal to 1 into P1 is equal to P1 എന്ന് പറഞ്ഞാൽ m into u, ആദ്യ പ്രവേഗം. m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ആണ്, u എന്ന് പറഞ്ഞാൽ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ m into u is equal to 2. അപ്പൊ P1 ആദ്യ ആക്കം അല്ലെങ്കിൽ ഇനീഷ്യൽ മൊമെന്റം എത്രയാ? 2 ആണ്. ഇനീഷ്യൽ മൊമെന്റം 2 ആണ്. ഇനി അടുത്ത് അന്ത്യാക്കം മാസിന് മാറ്റില്ല, 1 കിലോഗ്രാം ആണ്, ഇൻറ്റു 4 4 മീറ്റർ പെർ സെക്കൻഡ്. 1 into 4 is equal to 4. ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് പ്രവേഗം കൂടി 4 മീറ്റർ പെർ സെക്കൻഡ് ആയി. അതിനാൽ 1 into 4 is equal to 4 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. അന്ത്യാക്കം 4, ആദ്യാക്കം 2. നമുക്ക് കാണേണ്ടത് എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ ആക്ക വ്യത്യാസം ബൈ സമയം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ സമയം. ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് പറഞ്ഞാൽ അന്ത്യ ആക്കം P2 മൈനസ് ആദ്യ ആക്കം P1. അപ്പൊ അന്ത്യ ആക്കം P2 മൈനസ് ആദ്യ ആക്കം P1 ബൈ T. അപ്പോഴാണ് ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാവുക. ചേഞ്ച് ഇൻ മൊമെന്റ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ആവുക. ഈസ് ഈക്വൽ ടു 4 മൈനസ് 2. 4 ആണ് അന്ത്യാക്കം, ഫൈനൽ മൊമെന്റം. 2 ആണ് ഇനീഷ്യൽ മൊമെന്റം. 4 മൈനസ് 2. ആ ആക്ക വ്യത്യാസത്തിന് എടുത്ത സമയം 2 ആണ്. ബൈ 2 ഈസ് ഈക്വൽ ടു 2 കിട്ടിയ ഉത്തരം. ഇനി ഇതേ കേസിൽ തന്നെ ആദ്യം 4 ന്യൂട്ടൺ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തത് 2 സെക്കൻഡ് സമയത്തേക്ക്. ഇതേ കേസിന് 8 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, 8 ന്യൂട്ടൺ ബലം പ്രയോഗിച്ചു. 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടുകൂടി വെലോസിറ്റിയോട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആ ബോളിൽ 8 ന്യൂട്ടൺ പ്രയോഗിച്ചു. ആദ്യം 4 ന്യൂട്ടണാണ്. 4 ന്യൂട്ടൺ പ്രയോഗിച്ച സമയത്ത് വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആവുക ചെയ്തത്. പക്ഷെ ഇവിടെ 8 ന്യൂട്ടൺ പ്രയോഗിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? വെലോസിറ്റി കൂടണം. വെലോസിറ്റി എത്രയും 8 മീറ്റർ പെർ സെക്കൻഡ് ആയി വിചാരിച്ചോളൂ. അപ്പോ ആ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എങ്ങനെ കാണാം? ആ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് ഇതുമാതിരി തന്നെ P2 മൈനസ് P1 ബൈ T. 2 സെക്കൻഡ് സമയം തന്നെയാണ് ഇവിടെയും എടുത്തത്, 2 സെക്കൻഡ് സമയം തന്നെയാണ്. അപ്പൊ P1 is equal to 1 into initial velocity. 1 into 2 is equal to 2. P2 is equal to മാസിന് മാറ്റില്ല, 1 തന്നെ, into വെലോസിറ്റി മാറി 8 is equal to 8. ഇനി P2 മൈനസ് P1 ബൈ T, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്ന് പറഞ്ഞാൽ P2 മൈനസ് P1 ബൈ T is equal to 8 minus 2 divided by 2, which is equal to 6 divided by 2 is equal to എത്ര കിട്ടി? 8 മൈനസ് 8 ആണ്. yes, 8 minus 2 is equal to 6 divided by 2 is equal to 3. നേരത്തെ എത്രയായിരുന്നു? 2. ഇപ്പൊ കിട്ടിയ ആൻസറോ 3 എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഫോഴ്സ് കൂടി. ആദ്യം 4 ന്യൂട്ടൺ ആണ്, ഇപ്പോൾ അപ്ലൈ ചെയ്തത് 8 ന്യൂട്ടൺ ആണ്. ഫോഴ്സ് കൂടിയപ്പോൾ എന്ത് സംഭവിച്ചു? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെങ്കിൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും കൂടി. ആദ്യം കിട്ടിയ ഉത്തരം 2 ആയിരുന്നു, ഇപ്പൊ കിട്ടിയ ഉത്തരം 3 ആണ്. ഫോഴ്സ് കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും കൂടും. നമുക്കറിയുന്നതാണ് 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടുകൂടി ചലിക്കുന്ന ഒരു വസ്തുവിന്റെ മുകളിൽ 4 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ പ്രവേഗത്തിന് ഉണ്ടാകുന്ന മാറ്റവും അതിന്റെ മുകളിൽ തന്നെ 8 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റിക്ക് ഉണ്ടാകുന്ന മാറ്റവും വ്യത്യസ്തമായിരിക്കും. സ്വാഭാവികമായിട്ടും 8 ന്യൂട്ടൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ പ്രവേഗം കൂടുതൽ ആദ്യത്തേതിനേക്കാൾ കൂടണം. അതാണ് സംഭവിച്ചത്. അപ്പൊ ഇതാണ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് എന്തിനെ ആശ്രയിച്ചിരിക്കും? അപ്രയോഗിക്കപ്പെട്ട ബലത്തിനെ ആശ്രയിക്കും. ബലം കൂടിക്കഴിഞ്ഞാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും കൂടും. ബലം കുറഞ്ഞാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കുറയും. അപ്പൊ ഇവിടെ ബലം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യത്തിൽ അതെന്താ? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് തന്നെ ആയിരിക്കണം, അല്ലാതെ കാര്യമൊന്നുമില്ല. അസന്തുലിതമായ ബാഹ്യബലമായിരിക്കണം. ഇതാണ് ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. അപ്പൊ രണ്ടാം ചലന നിയമത്തിന്റെ നിർവചനം അല്ലെങ്കിൽ ഡെഫിനിഷനിലേക്ക് വരാം. എന്താ? ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി. The rate of change of momentum of a body is directly proportional to the unbalanced external force acting on it.
ഒരു വസ്തുവിന്റെ ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് അതിന്റെ മുകളിൽ അനുഭവപ്പെടുന്ന അസന്തുലിതമായ ബാഹ്യബലത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, രണ്ട് തരത്തിലുള്ള പ്രൊപ്പോർഷൻ ഉണ്ട്. ഡയറക്റ്റ് പ്രൊപ്പോർഷനും ഉണ്ട്, ഇൻവേഴ്സ് പ്രൊപ്പോർഷനും ഉണ്ട്. അത് മാത്തമാറ്റിക്സ് ആണ്. നിങ്ങളത് മാത്തമാറ്റിക്സിൽ പ്രൊപ്പോർഷൻ ഒരു ചാപ്റ്റർ പഠിക്കും, അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഡയറക്റ്റ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റി കൂടിയാൽ മറ്റേ ക്വാണ്ടിറ്റിയും കൂടുക, അതാണ് ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇവിടെ ഇപ്പൊ എന്താ പറഞ്ഞത്, ഫോഴ്സ് ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ എന്താ, അപ്ലൈ ചെയ്ത എക്സ്റ്റേണൽ ഫോഴ്സ് കൂടിയാൽ, അസന്തുലിതമായ ബാഹ്യബലം കൂടിക്കഴിഞ്ഞാൽ ഏതും കൂടും, ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റവും കൂടും. ഇതാണ് എന്ത്, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ. ഇനി ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ട്. ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ഉണ്ടാവുന്നത് വേണം, ഒരു ക്വാണ്ടിറ്റി കൂടിയാൽ മറ്റേ ക്വാണ്ടിറ്റി കുറയണം. മടി കൂടിയാൽ മാർക്ക് കുറയും. ഹാർഡ് വർക്കിംഗ് കൂടിയാൽ മാർക്ക് കൂടും. ഹാർഡ് വർക്കും മാർക്കും തമ്മിൽ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. എന്നാൽ മടിയും മാർക്കും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആണെന്ന് പറയും, വിപരീത അനുപാതം. മടി കൂടിയാൽ മാർക്ക് കുറയും. അപ്പൊ ഇൻവേഴ്സ്, വിപരീത അനുപാതം. ഇവിടെ ഡയറക്റ്റ് പ്രൊപ്പോർഷൻ ആണ്. ഇതാണ് രണ്ടാം ചലന നിയമത്തിന്റെ നിർവചനം. ഇത് പഠിക്കുക. ഇത് പഠിച്ചതിന് ശേഷം നമുക്ക് രണ്ടാം ചലന നിയമത്തിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. എന്താ, ഫോഴ്സ്, ബലം മെഷർ ചെയ്യാനുള്ള, അളക്കാനുള്ള ഇക്വേഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇക്വേഷൻ തിയറി ചെയ്യാം. ഓക്കെ.